ഗസയിൽ 24 മണിക്കൂറിനുള്ളിൽ 9 ഇസ്രായേലി സൈനികരെ വധിച്ചെന്ന് ഹമാസ്. ഇസ്രായേലിലെത്തിയ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പ്രതിഷേധക്കാരുടെ ചൂടറിഞ്ഞു. ബ്ലിങ്കന്റെ ഇസ്രായേൽ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ബന്ദികളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പ്രതിഷേധിച്ചു. സുഹൈൽ വിവരങ്ങൾ നൽകും. സുഹൈൽ, ഇപ്പോൾ നയതന്ത്ര ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുന്നു. ബ്ലിങ്കന്റെ കൂടിക്കാഴ്ചയ്ക്കിടെ ബന്ധുക്കളുടെ പ്രതിഷേധമടക്കമുണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദിവ്യ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ സൈന്യത്തിനേറ്റ വലിയ തിരിച്ചടി തന്നെയാണ്. 24 മണിക്കൂറിനിടെ 9 സൈനികർ കൊല്ലപ്പെട്ടു എന്ന് ആദ്യമായി ഇസ്രായേൽ സമ്മതിക്കുകയാണ്. ഇസ്രായേലി മാധ്യമങ്ങൾ അവരുടെ പേരുവിവരങ്ങളും ഫോട്ടോകളും ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. ഇത്രയും വലിയൊരു ആൾനാശം ആദ്യമായി ഇസ്രായേൽ സമ്മതിക്കുന്നു എന്നുള്ള ഹമാസ് പറയുന്നു എന്ന് മാത്രമല്ല, ഇസ്രായേൽ സമ്മതിക്കുകയും ഇസ്രായേലി മാധ്യമങ്ങൾ അവരുടെ പേരുവിവരങ്ങളും ഫോട്ടോകളും പുറത്തുവിടുന്നത് ഇതാദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടികൾ ഇസ്രായേലിന് ഹമാസ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അൽ-ഖസാം ബ്രിഗേഡ് പലതവണ പറയുന്നതാണ്. കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം 12,000 സൈനികർക്ക് അംഗവൈകല്യം സംഭവിച്ചു ഈ യുദ്ധത്തിൽ എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. 9 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ നിരവധി പേർക്ക് പരിക്കേൽപ്പിച്ചതായി ഹമാസ് പറയുന്നുണ്ട്. അപ്പോൾ സാലിഹ് അൽ അറൂരിയുടെ വധത്തിന് ശേഷം ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടൽ ഈ ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ ശക്തമാണ്. കുറേയേറെ സൈനികരെ അങ്ങോട്ടുകൂടി ഇസ്രായേലിന് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വടക്കൻ ഗസയിൽ പ്രത്യേകിച്ചും സൈനിക സാന്നിധ്യം കുറയുന്നൊരു സാഹചര്യം ഇസ്രായേലിനുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇസ്രായേലിന് വലിയ തിരിച്ചടി ഏൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരേ സമയം 2 യുദ്ധമുഖങ്ങളെ നേരിടേണ്ടി വരികയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ അതിനനുസരിച്ചുള്ള വ്യോമാക്രമണത്തിലൂടെ 2 മേഖലകളിലും ഇസ്രായേൽ അതിനുള്ള പക വീട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മുമ്പില്ലാത്ത വിധത്തിലുള്ള വ്യോമാക്രമണങ്ങളാണ് ഹിസ്ബുള്ള മേഖലകളിൽ, ലബനാനിലെ ഹിസ്ബുള്ളയുടെ മേഖലകളിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗസയിലും ഇസ്രായേലിൻ്റെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ കടുപ്പിച്ചിരിക്കുകയാണ്. അൽ-അക്സ ആശുപത്രിയിൽ, അതേപോലെ തന്നെ നിരവധി അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇവിടെയെല്ലാം വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം ഇസ്രായേലിനുള്ളിൽ മറ്റൊരു തിരിച്ചടി എന്ന് പറയുന്ന, ഒരു ഭാഗത്ത് സൈനികരുടെ ആൾനാശമുണ്ടാകുന്നു, മറുഭാഗത്ത് സംഭവിക്കുന്നത് പ്രതിഷേധമാണ്. ഇപ്പോൾ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലുണ്ട്. പശ്ചിമേഷ്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഇസ്രായേലിലെത്തിയതാണ്. ആ സ്റ്റേറ്റ് സെക്രട്ടറി ഇസ്രായേൽ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടയിലും ബന്ദികളെ ഉടൻ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അവരെ തിരികെ എത്തിക്കാനുള്ള നടപടികളിലേക്ക് കടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ബന്ദികളുടെ ബന്ധുക്കൾ വലിയ പ്രക്ഷോഭങ്ങൾ അവിടെ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനം ഇപ്പോൾ തുടരുന്നുണ്ട്. അതിനിടെയാണ്, ബ്ലിങ്കന്റെ സന്ദർശനത്തിനിടെയാണ് ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ ബന്ധുക്കൾ പ്രതിഷേധിച്ചത്. സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്.